നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നാണ് ആ തീപ്പൊരി പോരാട്ടം. FC ബാഴ്സലോണയും ചെൽസിയും തമ്മിൽ ചെൽസിയുടെ മൈതാനത്ത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ ബാഴ്സയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ എൻസോ മരസ്കയോട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിച്ചതാണ്. ബാഴ്സയിൽ കോച്ചാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ പത്രസമ്മേളനത്തിൽ എപ്പോഴും വരുന്ന ആളല്ലേ, നിങ്ങൾക്കറിയാമല്ലോ, ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നിടത്ത് ഹാപ്പിയാണെന്നേ പറയൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളിൽ അർത്ഥമില്ല എന്നങ്ങ് പറഞ്ഞ് ഒഴിവാക്കുന്നു. വീണ്ടും ബാഴ്സയുടെ കളിയെക്കുറിച്ച്, ടീമിനെക്കുറിച്ച് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ വിചാരിക്കുന്നു അവരിപ്പോൾ ഒരു അമേസിങ് ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ബാഴ്സലോണയെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അവർ അറ്റാക്ക് ചെയ്യുന്ന രീതി, അവർ ഡിഫെൻഡ് ചെയ്യുന്ന രീതി, അങ്ങനെയാണ് അവർ കഴിഞ്ഞ സീസണിൽ അവരെങ്ങനെയാണ് കിരീടം ചൂടിയത്, ലീഗ് കിരീടം ചൂടിയത്, ഇതൊക്കെ നമ്മൾ നോക്കും. അവരൊരു മികച്ച ടീമാണ്, മികച്ച വളരെ നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. നമുക്ക് നാളെ കളിക്കളത്ത് കാണാം എന്നാണ് എൻസോ മരേസ്ക പറയുന്നത്. ഇന്നലെ പറഞ്ഞതാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ. അപ്പോൾ അദ്ദേഹത്തോട് ബാഴ്സയുടെ ഡിഫെൻസീവ് വൾണറബിലിറ്റിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, അവരുടെ ഹൈലൈൻ ഒരു ഫാക്ടറാണ് ഫോർ ഷുവർ, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഓഫ് ദി ബോളിലും അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് ഗോളുകൾ അവർ നേടുകയും ചെയ്യും. സോ നമ്മൾ ഒരു റൈറ്റ് ബാലൻസ് ആണ് അറ്റാക്കിങ്ങിൻ്റെയും ഡിഫെൻഡിങ്ങിൻ്റെയും ഇടയിൽ നമ്മളൊരു റൈറ്റ് ബാലൻസ് ആണ് കണ്ടെത്തേണ്ടത് എന്നുകൂടി എൻസോ മരേസ്ക പറയുമ്പോൾ, ഇന്ന് തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായിട്ട് ഹാൻസി ഫ്ലിക്കും എൻസോ മരേസ്കയും കളിക്കളം നിറയുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു തീപ്പൊരി പോരാട്ടം കാണാൻ പറ്റും. ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ചെൽസിയും അതുപോലെ FC ബാഴ്സലോണയും തമ്മിലുള്ള ഒരു പോരാട്ടം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.